ഈജിപ്തിലെ പ്രധാനപ്പെട്ട പള്ളിക്കരികിലായിട്ട് ഒരു ക്രിസ്ത്യൻ സ്ത്രീ താമസിച്ചിരുന്നു. ഒരുപാട് കാലമായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പള്ളിയാണെങ്കിൽ ഒരു പഴയ പള്ളിയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കൊരു ആശയം തോന്നി, ഈ പള്ളി ഒന്ന് വലുതാക്കി പണിയണം, എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അവർ ഗവർണറെ സമീപിച്ചു. ഗവർണർ പറഞ്ഞു, പള്ളി വലുതാക്കി പണിയണമെങ്കിൽ ഈ പള്ളിക്ക് തൊട്ടടുത്തുള്ള വീടുണ്ടല്ലോ, അത് നമ്മൾ പൊളിച്ച് കളയണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ സ്ത്രീക്ക് നമുക്ക് ധാരാളം സമ്പത്ത് കൊടുക്കാം, ആ സ്ഥലം വിട്ടു തരുമോന്ന് ചോദിച്ചു നോക്കാം. ആ സ്ത്രീന്റെ അടുത്തേക്ക് ജനങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല, കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നതാണ്, എന്റെ പല ഓർമ്മകളും ഈ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഈ ജനങ്ങൾ ഇതേ വിവരം ഗവർണറെ അറിയിച്ചു. അപ്പൊ ഗവർണർ പറഞ്ഞു, ഇനിയൊരു ഓപ്ഷനേ ഉള്ളൂ, കാരണം ഇനി ആ സ്ത്രീനെയും വീടിനെയും വേറെ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാം. അതിനെ ചെയ്യാ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് താമസിച്ചു. പഴയുള്ള വീടിനേക്കാൾ നല്ല വീടാണത്, പക്ഷെ ഒരു മനസ്സമാധാനം ഇല്ല. അങ്ങനെ ആയപ്പോൾ ഒരാൾ പറഞ്ഞു, മദീനയിൽ ഒരു ഭരണാധികാരി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഉമർ എന്നാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സമാധാനം ലഭിച്ചേക്കാം. അങ്ങനെ സ്ത്രീ മദീനയിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ മദീനയിലെത്തി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം അന്വേഷിക്കാണ്. അങ്ങനെ കൊട്ടാരമൊന്നുമില്ല, സൈന്യമില്ല, ഒരു ആഡംബരം ഒന്നുമില്ല. അങ്ങനത്തെ രൂപത്തിലാണ്. കുറെ ജനങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. സ്ത്രീ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഞാന് ഈജിപ്തിലാണ്, പള്ളിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവരെല്ലാരും എന്നെ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് പുതിയ വീടെടുത്ത് എനിക്ക് അവിടെ സമാധാനം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ ഗവർണറെ വിളിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? ഒരാളെ നിർബന്ധിച്ചിട്ട്, ഒരാളെ സമ്മതം ഇഷ്ടമില്ലാതെ അവർക്ക് പുതിയൊരു വീടെടുത്ത് കൊടുത്തു, ആ സ്ഥലം നിങ്ങൾ പൊളിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ ഭവനം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ആക്രമിക്കണ രൂപത്തിൽ ചെയ്തിട്ടാണോ നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്നത്? ഉടൻ തന്നെ ആ സ്ത്രീക്ക് ആ സ്ഥലത്ത് തന്നെ നിങ്ങളൊരു പുതിയ വീട് എടുത്തു കൊടുക്കണം. ഇത് ഉമറിന്റെ കൽപ്പനയാണ്, ലംഘിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീ നെട്ടിപ്പോയി. ഒരു മുസ്ലിമായ ഭരണാധികാരി ഒരു ക്രിസ്ത്യൻ സ്ത്രീയായി എനിക്ക് എങ്ങനെ അനുകൂലമായി സാക്ഷി നിന്നു?